യാത്രയ്ക്ക് രണ്ട് ഉദ്ദേശങ്ങൾ. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും തിരിച്ചുവരവ്. രണ്ട്, ബീഹാർ എന്ത് വില കൊടുത്തും പിടിക്കണം. രണ്ടായിട്ട് തന്നെ കാണണം. 2004 ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചുവടുവെച്ച രാഹുൽ ഗാന്ധി ചുവട് ഉറപ്പിച്ചത് 18 വർഷങ്ങൾക്ക് ശേഷമാണെന്നാണ് ഞാൻ പറയുക. 2022 ഭാരത് ജോഡോ യാത്ര 1. 163 ദിവസം കന്യാകുമാരിയിൽ നിന്ന് കശ്മീർ വരെ. കശ്മീരിൽ അവസാനം മഞ്ഞു പുതച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ദേഹം മുഴുവൻ മഞ്ഞ് കോരിയണിഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഓർമ്മയുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്തി എന്ന് എനിക്ക് തോന്നിയൊരു നിമിഷം അതാണ്. അത് കഴിഞ്ഞ് 2024 ഭാരത് ജോഡോ ന്യായ് യാത്ര 63 ദിവസം മണിപ്പൂരിൽ നിന്ന് ഇങ്ങേയറ്റത്തേക്ക്, കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക്. അതിനുശേഷം കോൺഗ്രസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 99 സീറ്റുമായി ഒരു വളരെ വലിയ തിരിച്ചുവരവാണ് നടത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വെറും 44, പിന്നെ 52. മനുഷ്യരൊക്കെ പപ്പു എന്ന് വിളിച്ച് കളിയാക്കുകയും രാഹുൽ ഗാന്ധിയാണ് ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് BJP-ക്കാർ പറയുകയും ചെയ്തൊരു സ്ഥലത്ത് നിന്ന് ഒരു മനുഷ്യൻ ഒരു വളരെ വലിയ ഒരു നീക്കം നടത്തുകയാണ്. ഇങ്ങനെ നടക്കാൻ കഴിയുമോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ നടന്ന മനുഷ്യരുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മുടെ ആരുടെയും ഓർമ്മയിൽ അങ്ങനെ നടന്ന മനുഷ്യരില്ല. രാഹുൽ ഗാന്ധി അങ്ങനെ തിരിച്ചു വരുന്നു. എന്നുമാത്രമല്ല, ഇതിനിടയ്ക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോദിയുടെയും BJP-യുടെയും അപ്രമാദിത്വം നിൽക്കുന്ന സമയത്ത് ഒരുപാട് അഴിമതി ആരോപണങ്ങളും ഒരുപാട് വിഷയങ്ങളുമൊക്കെ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിച്ചെങ്കിലും എല്ലാം നിഷ്പ്രഭമായി പോയതും ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് റഫേൽ ഡീലിനെ കുറിച്ച് ഒരു സമയത്ത് വളരെ വിശദമായ തെളിവുകളൊക്കെ വന്നു. പക്ഷേ ആവി പോലെ ആയിപ്പോയി. പകൽ പോലെ വ്യക്തമായിരുന്നു ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് കിട്ടിയവർ BJP-ക്ക് കൃത്യമായി പണം കിട്ടിയതെന്നും എങ്ങനെയാണ് അവർ പല കേസുകളിലും രക്ഷപ്പെട്ടതെന്നും അതുപോലും ക്ലച്ച് പിടിക്കാതെ മോദി പറയുന്നതും മോദിയുടെ ആളുകൾ പറയുന്നതും മാത്രം നിൽക്കുന്ന ഒരു സ്ഥലം. ഒരു ഗംഭീര ഒറേറ്ററായി, ഇന്ത്യ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒറേറ്ററായി നരേന്ദ്രമോദി നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, ഒരു മാരക പെർഫോമറായിട്ട് മോദി നിൽക്കുന്നു. അവിടെയാണ് രാഹുൽ ഗാന്ധി പിച്ച വെച്ചത്. അവിടെ നിന്ന് രാഹുൽ ഗാന്ധിയുടെ 2 യാത്രകൾ, രാഹുൽ ഗാന്ധി എന്ന മനുഷ്യനെ ജനം തിരിച്ചറിഞ്ഞത് അവിടെ വെച്ചാണ്. ജനങ്ങളൊക്കെ രാഹുൽ ഗാന്ധിക്ക് ഫാൻ ബേസ് ഉണ്ടായി തുടങ്ങുന്നു. പക്ഷേ രാഷ്ട്രീയത്തിൽ അത് മാത്രം പോരായിരുന്നു. നോക്കൂ, കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് വോട്ട് ചോരി വിഷയം ഉന്നയിക്കുമ്പോൾ രാഹുൽ ഗാന്ധി അതിന് തലേദിവസം, എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഡെസ്കിലിരിക്കുമ്പോഴാണ് ഈ വാർത്ത നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഒരു വലിയ ആറ്റം ബോംബ് വരുന്നുണ്ട്. പതിവ് പോലെ ചിരിക്കാനാണ് പലർക്കും തോന്നിയത്. പക്ഷേ ഓഗസ്റ്റ് 7 രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിപക്ഷ സ്വരത്തിൻ്റെ തിരിച്ചുവരവായിരുന്നു. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയം, അദ്ദേഹം അതിന് അക്കമിട്ട് നിർത്തിയ തെളിവുകൾ, അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എല്ലാം ജനങ്ങൾ വിശ്വസിച്ചെന്ന് മാത്രമല്ല, വോട്ട് ചോരി എന്ന 2 വാക്ക് ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഇന്ത്യ മുഴുവൻ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലായി സംസാരിക്കാൻ പറ്റി എന്നുള്ളതാണ്. മോദി എന്ന് പറയുന്ന കമ്മ്യൂണിക്കേറ്ററിൽ നിന്ന് രാഹുൽ ഗാന്ധി എന്ന കമ്മ്യൂണിക്കേറ്റർ അദ്ദേഹത്തെയും കവച്ചു വെച്ച് മുന്നോട്ട് വരുന്നതാണ് കണ്ടത്. മോദിയുടെ സംഘം പെട്ടെന്ന് തന്നെ ഒരു കൗണ്ടർ ഒഫൻസ് നടത്തി നോക്കി. പക്ഷേ വളരെ ദുർബലമായി. കേരളത്തിൽ മൈമൂന എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വോട്ടിനെ കുറിച്ച് പല ജാതിക്കാർ ഒരിടത്തെങ്കിലും താമസിക്കുന്ന സത്യമുള്ള സ്ഥലത്തിൻ്റെ പേരായിരുന്നു. അങ്ങനെ തകർന്നു പോയി. അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇറങ്ങുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വന്ന ഓഗസ്റ്റ് 18 വാർത്താസമ്മേളനം നടത്തി. അതും ജനം പുച്ഛിച്ച് തള്ളി. എന്ന് മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട വിഷയം, രാഹുൽ ഗാന്ധി ആദ്യമായി പറഞ്ഞൊരു വിഷയം ഏറ്റു എന്ന് നമുക്ക് തന്നെ മാധ്യമപ്രവർത്തകർക്ക് തന്നെ കൺവിൻസ്ഡ് ആയ ഒരു സമയം, ജനങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായി എന്ന് നമുക്ക് തോന്നിയ സമയം, അവിടെയാണ് കാര്യങ്ങൾ തിരിഞ്ഞു തുടങ്ങിയത്. രാഹുൽ ഗാന്ധി 2022 തുടങ്ങിയ യാത്ര ഇന്ന് ബീഹാറിൽ പട്നയിലെത്തി നിൽക്കുകയാണ്. പട്നയിൽ വോട്ട് ചോരി ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കർണാടകത്തിലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ തിരിഞ്ഞതെന്ന് പറഞ്ഞു തുടങ്ങി. അദ്ദേഹം അവിടെ നിന്ന് ബീഹാറിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. പിന്നെ ബാക്കി ചെയ്തത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്, മുഖ്യധാരാ മാധ്യമങ്ങളല്ല. ഇന്ത്യയിലെ പാരലൽ മാധ്യമങ്ങളും ഓൺലൈൻ മീഡിയയും പ്രാദേശിക മാധ്യമങ്ങളും ഈ വിഷയം ഏറ്റെടുക്കുന്നു. ഓരോ ദിവസം പുതിയ തെളിവുകൾ, രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ ഓരോ ദിവസവും ഓരോ തെളിവുകൾ, ഓരോ വീടുകൾ, ഓരോ അഡ്രസ്സുകൾ. എങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഒന്നാണ് പറഞ്ഞതെങ്കിൽ 10 ഇരട്ടി. ഇപ്പോൾ നോക്കൂ, ബീഹാറിൽ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന് പറയുന്ന നിതിൻ സേത്തി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ്റെ, ഈ നിതിൻ സേത്തിയെ വ്യക്തിപരമായി എനിക്കറിയാവുന്ന ഒരു കക്ഷിയാണ് ഡൽഹിയിൽ. നിതിൻ സേത്തിയുടെ ആ സംഘം വളരെ ബുദ്ധിമുട്ടി, അവർക്ക് നിലനിൽക്കാൻ തന്നെ പാടുപെടുന്ന, മറ്റുള്ളവരിൽ നിന്ന് പിരിവൊക്കെ വാങ്ങിച്ച് നിലനിൽക്കുന്ന ഒരു മാധ്യമ സംഘമാണ്. ഇടയ്ക്ക് നിതിൻ സേത്തിയുടെ മെസ്സേജ് വരുമ്പോൾ ചിലപ്പോൾ നോക്കുമ്പോൾ ഒരു 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 ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ഹോട്ടലിൻ്റെ അവരുടെ ഒരു കിച്ചണുണ്ട്, നിങ്ങൾ ഓർഡർ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതും നിതിൻ സേത്തിയുടെ മെസ്സേജ് വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ പ്രസ്ഥാനങ്ങൾ, ഈ ആളുകൾ ജീവിച്ചു പോകുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങളല്ല ഇവരൊക്കെ ചേർന്ന് ഇപ്പോൾ ബീഹാറിൽ നിതിൻ സേത്തിയുടെ സംഘം റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് കൊണ്ടുവന്ന വാർത്ത ആദ്യം 66,000 വോട്ടുകൾ എങ്ങനെയാണ്
ഡബിളായത് എന്ന് പറഞ്ഞു. ഇപ്പോൾ 1,92,000 വോട്ടുകൾ എങ്ങനെയാണ് ഇരട്ടിച്ചതെന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുഴുവൻ വാദങ്ങളും തകർന്ന് നിഷ്പ്രഭമായി പോകുന്ന ഒരു കാഴ്ച. രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ച പണി ബാക്കിയുള്ള മാധ്യമങ്ങളും ജനങ്ങളുമെല്ലാം ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ്. ഞാൻ പറഞ്ഞതിന് ചുരുക്കം ഇത്രയാണ്. രാഹുൽ ഗാന്ധി പറയുന്നത് വിശ്വസിക്കാൻ ഇന്ത്യയിൽ ആളുണ്ടാകുന്നു. ആദ്യമായി മോദിക്കപ്പുറം ഒരു സത്യമുണ്ടെന്നും ആ സത്യം രാഹുൽ ഗാന്ധി പറയുന്നത് ആവാമെന്നും ജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിച്ചൊരു കാലമാണ്. കാറ്റു മാറി വീശി തുടങ്ങുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPയുടെ വില്ലാളി വീരൻ കിതയ്ക്കുകയാണ്. രാഹുൽ ഗാന്ധി കുതിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ കുതിപ്പ് ഇന്ത്യ സഖ്യത്തിലെ പല വിഷയങ്ങളിൽ ഇടഞ്ഞടിച്ചു നിന്ന പല സഖ്യകക്ഷികളെയും ഒരുമിപ്പിക്കാൻ സഹായിക്കുന്നു. ഇതിലൊരു കാരണമുണ്ടെന്നും ജനങ്ങൾക്ക് ഇക്കാര്യം മനസ്സിലായെന്നും വോട്ട് ചോരി എന്ന 2 വാക്ക് ഇന്ത്യയിലെ ആളുകൾക്ക് മനസ്സിലായെന്നും പിടികിട്ടിയപ്പോൾ മമതാ ബാനർജി തിരിച്ചു വരുന്നു. ആം ആദ്മി പാർട്ടി വേണമെങ്കിൽ തിരിച്ചു വരാമെന്ന് പറയുന്നു. അവസാനം ബീഹാറിൽ എല്ലാവരും അവരുടെ ആളുകളെ അയക്കുകയാണ്. പാർലമെൻറ്റിൽ ഒരുമിച്ച് നിന്ന് എല്ലാവരും പൊരുതുകയാണ്. ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ടേണിംഗ് പോയിന്റ്. ആ ടേണിംഗ് പോയിന്റിൽ ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിന്ന് തീർത്തപ്പോൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് സെഷൻ വാഷ് ഔട്ടായിപ്പോയി. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ഇതിനിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ മോദിയുടെ ഏറ്റവും വലിയ ശക്തി സ്രോതസ് അതാണല്ലോ. ഏറ്റവും കൂടുതൽ വാട്സാപ്പ് ഗ്രൂപ്പുകളെയും ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിനെയും കൂടെ നിന്ന് ചലിപ്പിക്കാൻ പറ്റിയിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റ, യൂട്യൂബ്, ഫേസ്ബുക്ക് ഫോളോവേഴ്സുള്ള ഒരു നേതാവ്. ആ നേതാവിനെ കഴിഞ്ഞ 1 മാസം കൊണ്ട് രാഹുൽ ഗാന്ധി മറികടക്കുകയാണ്. വെറും 2.2 ഫോളോവേഴ്സ് പുതുതായി ഇൻസ്റ്റാഗ്രാമിൽ ദാമോദർദാസ് നരേന്ദ്രമോദിക്ക് ഉണ്ടാകുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് അത് എത്രയാണ്? യൂട്യൂബിലോ? അല്ലല്ല, ഇൻസ്റ്റാഗ്രാമിൽ 13 ലക്ഷം കൂടി ആ വീഡിയോ 60 കോടിയിലേറെ. അല്ല, ഇൻസ്റ്റാഗ്രാമിൽ 13 ലക്ഷം. 2.2 ലക്ഷമാണ് ഇൻസ്റ്റാഗ്രാമിൽ നരേന്ദ്രമോദിക്ക് കൂടുതൽ. ഇപ്പുറത്ത് 12 ലക്ഷം. ഫേസ്ബുക്കിലാണെങ്കിലോ അത് അതിലും ഗംഭീരമാണ്. 6 ലക്ഷം കൂടി. 1.8 മോദിക്ക്, 6 ലക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക്. നോക്കൂ, കാറ്റ് മാറി വീശുകയാണ്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. രാഹുൽ ഗാന്ധി ഹാസ് അറൈവ്ഡ് എന്നുള്ളതാണ് ഞാൻ ഈ മൂവ്മെൻറ്റിനെ പറയുക. രാഹുൽ ഗാന്ധിയെ ഇനി നിങ്ങൾക്ക് ഒരു കാരണവശാലും പപ്പു എന്ന് നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ പരിഷ്കൃതരായി പോവും, പരിഹസിക്കപ്പെടും. അതാണ് സാധനം. ഇനി അടുത്തത് ബീഹാറിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം രാഹുൽ ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയുടെ അച്ഛനെയും രാഹുൽ ഗാന്ധിയുടെ അമ്മൂമ്മയുമൊക്കെ കളിപഠിപ്പിച്ച ഒരുപാട് രാഷ്ട്രീയ കടൽ കിഴവന്മാരുടെ ഒരു സ്ഥലമാണ് ബീഹാർ. വളരെ രസകരമായ കഥയുള്ളൊരു സ്ഥലമാണ്. 2015 ഒരു നിതീഷ് കുമാർ ഇപ്പുറത്തെ ജനതാദളിനോട് ചേർന്ന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു. 2017 ആകുമ്പോഴത്തേക്കും BJPയുടെ കൂടെ ചാടുന്നു. എന്നിട്ടൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെയും 2020 ഇലക്ഷൻ ജയിക്കുന്നു. 2022 ആകുമ്പോഴത്തേക്കും BJPയെ മറികടന്ന് രാഷ്ട്രീയ ജനതാദളിലേക്ക് തിരിച്ചു വരുന്നു. എന്നിട്ടോ നോക്കൂ, അപ്പോഴെല്ലാം നിതീഷ് കുമാറാണ് മുഖ്യമന്ത്രി. ഒരു മാറ്റമില്ല. കൂടുതൽ സഖ്യകക്ഷികളെ മാറുന്നുള്ളൂ. എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. പാർട്ടി മാറിയതല്ല, മുന്നണി മാറുക. ക്ഷമിക്കണം. അതിനുശേഷം 2024 ആകുമ്പോഴേക്കും മോദിക്കെതിരെ ആരാണ് എതിരെ എന്ന് പറയുമ്പോൾ നമുക്കൊരു സഖ്യം വേണമെന്ന് പറഞ്ഞിറങ്ങിയ ആൾ നിതീഷ് കുമാറാണ് ഇന്ത്യ സഖ്യം എന്ന പേരില്ല, പ്രതിപക്ഷ സഖ്യത്തിൻ്റെ കൺവീനർ. അവസാനം ഇന്ത്യ സഖ്യം ഉണ്ടാകുമ്പോഴോ നിതീഷ് കുമാറിനെ കാണുന്നില്ല. നിതീഷ് കുമാർ മോദിയുടെ ഏറ്റവും സ്വന്തം ആൾ. പേര് നിർദ്ദേശം ആണ് നിതീഷാണ്. പക്ഷെ ആ സമ്മേളനത്തിൽ പുള്ളിയില്ല. അപ്പോൾ ഇത്രയും വലിയ രാഷ്ട്രീയ മെയ്വഴക്കം നടത്തിയ ഒരു നേതാവിന്റെ തട്ടകം കൂടിയാണ്. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ്. അതെ, അതാ പറഞ്ഞത്. ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുപോലെ മെയ്വഴക്കം നടത്തിയ ഒരു കക്ഷി രാംവിലാസ് പസ്വാനാണ്. വെതർമാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുക. ആരാണ് ജയിക്കാൻ സാധ്യതയുള്ളതെന്ന് അദ്ദേഹത്തിന് നേരത്തെ അറിയാം. അദ്ദേഹം അതനുസരിച്ച് ചാടും. അതിനേക്കാൾ മെയ്വഴക്കമുള്ള ഒരു രാഷ്ട്രീയ നേതാവായ നിതീഷ് കുമാറാണ് മറുവശത്ത്. എങ്ങനെയിരിക്കും അവിടുത്തെ രാഷ്ട്രീയം? ബീഹാറിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ അവിടുത്തെ എക്സ്ട്രീം ബാക്ക്വേർഡ്, അതുപോലെ തന്നെ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനാണ്. ഏതാണ്ട് 63% വരും. ഈ 63% എങ്ങനെയായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 10-20% മുസ്ലിങ്ങളുണ്ട്. അതുപോലെ തന്നെ 15% SC വിഭാഗങ്ങളുണ്ട്. ഉയർന്ന വിഭാഗങ്ങൾ പിന്നെ ശേഷിക്കുന്നത് വരും. ഇതാണ് അവിടുത്തെ ഒരു കാസ്റ്റ് പൊളിറ്റിക്സിനെ അഡ്രസ്സ് ചെയ്യാൻ ഈ യാത്ര കൊണ്ട് കഴിഞ്ഞോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വോട്ടധികാർ യാത്രയിലൂടെ നിങ്ങളുടെ വോട്ടുകൾ അവർ മോഷ്ടിക്കുകയാണെന്ന വോട്ട് ചോരി മുദ്രാവാക്യമൊക്കെ ബീഹാറിലെ 13 കോടി ജനത്തിന് മനസ്സിലായോ?
ആൾക്കൂട്ടം വോട്ടാകില്ല എന്ന പലതവണ ഇന്ത്യൻ രാഷ്ട്രീയം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് രാഹുൽ ഗാന്ധിയുടെ യാത്ര വളരെ വലിയ വിജയമാകുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഇത് മതിയോ എന്ന ചോദ്യം ഒരൊറ്റ വിഷയമുള്ളൂ. കഴിഞ്ഞ തവണ 71 സീറ്റുമായി RJD ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടും അവർ പ്രതിപക്ഷത്താണ്. കോൺഗ്രസിന് വെറും 19 സീറ്റ് 70 സീറ്റ് കൊടുത്തിട്ട് ജയിക്കാനായുള്ളൂ. അവിടെ ഇത്തവണ സീറ്റ് ഷെയറിംഗ് എങ്ങനെയിരിക്കും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയും വലിയൊരു വിജയത്തിൻ്റെ ആവേശത്തിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുകയും ഇതിൻ്റെ പേരിൽ ഒരു തർക്കം ഉണ്ടാവുകയും ചെയ്യാതെ കോൺഗ്രസ് ഒരു രണ്ടാം കക്ഷിയായി പഴയ പോലെ ഒതുങ്ങുകയും കുറച്ചുകൂടെ നല്ല ഒരു കോർഡിനേഷനും ഉണ്ടായില്ലെങ്കിൽ ചിലപ്പോൾ സീറ്റ് ഷെയറിംഗ് അടക്കമുള്ള വിഷയങ്ങളിൽ ഇത് കുഴപ്പമാകും. 2, ഈ യാത്രയുടെ മുദ്രാവാക്യത്തിൽ നിന്ന് തൊഴിലില്ലായ്മയെക്കുറിച്ചും അതുപോലെയുള്ള പ്രശ്നങ്ങളിനെക്കുറിച്ചും മാറാനുള്ള സമയമാണ്. രാഹുൽ ഗാന്ധി പാറ്റേൺ വിട്ടുകഴിഞ്ഞു. ഇനി കളം അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും അവിടുത്തെ നേതാക്കൾക്കുമാണ്. അവരത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതനുസരിച്ചിരിക്കും ബീഹാറിൻ്റെ കാര്യത്തിൽ ആര് ജയിക്കും എന്നുള്ള കാര്യം. പക്ഷേ രാഹുൽ ഗാന്ധി ആ രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവായി അവരോധിക്കപ്പെട്ട് കഴിഞ്ഞു. Meet the editors.